ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഈ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചൂടത്ത് ഒന്നുകൂടെ ചൂടാവുമല്ലോ. പക്ഷേ ലെറ്റ് മീ ടെൽ യു, കണ്ടില്ലേ, വെറുതെ വൈറലാവാൻ വേണ്ടി ജീവൻ എത്ര മാത്രം പണയം വെക്കാൻ പറ്റുമോ അത്രയും മാത്രം പണയം വെക്കുക. കണ്ടില്ലേ, ഒന്നും നോക്കില്ല, സിഗ്നൽ കൊടുക്കില്ല. ഇതുപോലെ ഓട്ടോ കാര്യം. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു, പേഴ്സണൽ മെസ്സേജ് ചെയ്തിരുന്നു, എൻഡോർക്ക് കൊടുത്തോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ എൻഡോർക്ക് കൊടുത്തിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. ആക്ച്വലി ഇന്ന് ഇതും അധികം കൊടുക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുകയില്ല. ബിക്കോസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് ആ വണ്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കില്ല, കൊടുക്കുകയില്ല. ആൻഡ് ഡ്യൂക്ക് എന്തായാലും നമ്മുടെ തന്നെ ഉണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മൾ കോട്ടയം വരെ പോവാണ്. കുറച്ച് പരിപാടിയുണ്ട്. മൈലേജ് 52.1 ഒക്കെ ആട്ടോ കാണിക്കുന്നത്. സോ കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ നേരത്തെ ഒരു 10 വർഷം മുമ്പ് ഒരു വണ്ടി കൊടുത്തിരുന്നു. നമ്മുടെ ഒരു ചേട്ടനാണ് കൊടുത്തിരുന്നത്. പക്ഷെ അവൻ ഇതുവരെ പേര് മാറിയില്ല. 2 പ്രാവശ്യം ഞാൻ ഓൾറെഡി അതിന് NOC എടുത്ത് കൊടുത്തു. പക്ഷേ ഇപ്പോൾ പട്ടിത്താനം എത്തി. അത്യാവശ്യം ചൂടുണ്ട്. രാവിലെ 9:43 ആയേ ഉള്ളൂ. പക്ഷെ ചൂട് നല്ല പോലെ ഉണ്ട്. കാരണം എന്താ പറയുക, നല്ല പോലെ ചൂടുണ്ട്. ഇപ്പോഴത്തെ ഒരു ടൈമിലുണ്ടല്ലോ ഭയങ്കര ചൂടുമാണ്. പിന്നെ ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഈ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചൂടത്ത് ഒന്നുകൂടെ ചൂടാവുമല്ലോ. പക്ഷേ ലെറ്റ് മീ ടെൽ യു, നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ചൂട് ഫീൽ ചെയ്യല്ലേ. എവിടെയെല്ലാം ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് അതുപോലെ ചൂട് ഫീൽ ചെയ്യുള്ളൂ. ഓടിക്കുന്ന സമയത്ത് എയർ കയറിപ്പോയി നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സോ ഫാർ സോ ഗുഡ്. ഞാനിപ്പം ഉപയോഗിച്ചതിൽ എനിക്ക് ഈ ഒരു മെഷ് ജാക്കറ്റ് ഡെയിലി യൂസിന് നല്ല പെർഫെക്റ്റാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഓൾ വെതറിൻ്റെ എന്തെങ്കിലും വേണം എക്സ്ട്രാ. നമ്മളിപ്പോൾ വിൻ്ററൊക്കെ പോവുകയാണെങ്കിൽ, വിൻ്റർ സൈഡ് അല്ലെങ്കിൽ ജമ്മു സൈഡൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിൻ്ററിൻ്റെ അഡീഷണലി നമുക്കത് ഒരു 10-2000 രൂപ കൊടുത്ത് ഞാൻ കിട്ടും. സോ നിങ്ങളുടെ കയ്യിലിപ്പോൾ നിലവിൽ ഒരു ജാക്കറ്റ് ഉണ്ട്, അതിൽ വിൻ്ററും റെയിൻ ലൈനറും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അഡീഷണലി നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. സോ ജാക്കറ്റിൻ്റെ കൂടെ തന്നെ വർണ്ണം എടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വിൻ്ററില്ല എന്നുണ്ടെങ്കിൽ റൈനോക്സിൻ്റെ വിൻ്ററിൻ്റെ ഒരു ഇതുണ്ട്, അത് മേടിച്ചാൽ മതി. അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഗ്ലൗസ് ഞാൻ ആക്ച്വലി റൈനോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം റൈനോക്സ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ റൈനോക്സ് എടുത്തത്. ആൻഡ് റൈനോക്സിൻ്റെ തന്നെ കണ്ടില്ലേ, ഒന്നും നോക്കത്തില്ല. ഓപ്പോസിറ്റ് വണ്ടി കയറി വരുന്നുണ്ടോ എന്ന് പോലും നോക്കില്ല. ഇതുപോലത്തെ അവന്മാർ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഹോൺ അടിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷേ ഇവിടെ വണ്ടി ഹോൺ അടിച്ച് പിടിച്ചാലേ ഇവിടെയുള്ള ആൾക്കാർ കേൾക്കുകയും എടുക്കുകയും ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ ചെവിയിൽ കുത്തിക്കയറി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. ശ്രദ്ധ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹോൺ അടിച്ച് പിടിച്ചാലേ അവനൊക്കെ ശ്രദ്ധ കിട്ടുകയുള്ളൂ. വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ബേസിക്കലി ഒന്നും വലിയ ട്രാഫിക് ഒന്നുമില്ല. കാരണം ഒന്ന് സ്കൂൾ ടൈമിംഗ് അല്ല, സ്കൂളൊക്കെ അടച്ചു, കോളേജൊക്കെ അടച്ചു. അതുകൊണ്ട് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ഓടിയിലാണ് ഏറ്റവും വലിയ പ്രശ്നം. സൈഡ് തരത്തുമില്ല, കയറി പോകത്തില്ല, അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവരുടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നവും സംഭവവും എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ ഉണ്ടല്ലോ, ഇതുണ്ട്. ഇപ്പം 5th ഗിയറിലാണ് ഞാനിപ്പോൾ ത്രോട്ടിൽ കൊടുത്തു. ഉണ്ടോ, ഇനീഷ്യൽ പിക്കപ്പ് നല്ല രീതിയിൽ അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഇനീഷ്യൽ ത്രോട്ടിൽ റെസ്പോൺസ് എനിക്ക് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ വണ്ടിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫസ്റ്റ് ജനറേഷൻ വണ്ടിയിലുണ്ടല്ലോ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു. കാരണം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ ബ്രേക്കിംഗ് തന്നെ നിർത്തേണ്ട വരെ നിർത്തിയാലും തന്നെ ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് മോഡൽ വന്നിരുന്നെങ്കിൽ പോലും അതിൻ്റെയും എനിക്ക് അത്ര ബ്രേക്കും പിക്കപ്പും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിൻ്റെ നിലവിൽ ഇനീഷ്യൽ പിക്കപ്പും ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വണ്ടി ഓടിക്കാനും നല്ല സ്മൂത്താണ്. പിന്നെ സീറ്റ് കുറച്ച് സ്റ്റിഫാണ് കേട്ടോ. ഒരു ലോങ് ട്രാവലിങ്
ഞാനിപ്പോൾ ചെയ്തിട്ട് വന്നു. ബട്ട് ഒരുപാട് സ്റ്റിഫും കാര്യങ്ങളും എനിക്ക് തോന്നിയില്ല. ബട്ട് ചില സമയത്ത് എനിക്ക് സ്റ്റിഫായിട്ട് തോന്നുന്നുണ്ട്, ഒരുപാട് സ്റ്റിഫായിട്ട്. ബട്ട് അതിനിപ്പോൾ നമ്മുടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്കൊരു ഓപ്ഷൻ ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഗ്രാൻഡ് പിസ്റ്റോപ്പിൻ്റെ എയർ സീറ്റോ ഒരെണ്ണം വെച്ച് നോക്കണം. പക്ഷേ സോ ഫാർ സോ ഗുഡ്, എനിക്ക് അത്ര വലിയ ഇഷ്യൂസ് തോന്നിയില്ല ഇതിൽ. ഞാൻ നേരത്തെ അപ്രിലെ ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ അകത്തെന്ന് പറയുന്നത് സീറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് സ്റ്റിഫായിട്ട് തോന്നി. കാരണം ഒരു ഡെയിലി കമ്മ്യൂട്ടിന് പറ്റിയ ഒരു റൈഡിങ് പോസ്റ്ററും അല്ല, ഭയങ്കര അഗ്രസീവ് പോസ്റ്ററാണ്. പക്ഷേ എനിക്കിതിൻ്റെ അത്ര എനിക്ക് തോന്നിയില്ല. ബട്ട് സോ ഫാർ സോ ഗുഡ്, ഐ എം എൻജോയിങ് മൈ റൈഡ്. സെയിം വണ്ടിയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഫ്രണ്ടിലെ ഇത് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. സോ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ 390യുടെ ഹെഡാണ് ഇതിന് വരുന്നത്. അതുപോലെ കുറച്ചും കൂടെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പം പലരും പറയുന്നുണ്ട് ത്രോട്ടിൽ റെസ്പോൺസ് വ്യത്യാസമുണ്ട്, ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ബട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 863 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിച്ചിട്ടാണ് വണ്ടി വന്നത് ഗോവയിൽ നിന്ന് നാട്ടിലോട്ട്. ഓൾറെഡി നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് വാസ് എ സൂപ്പർ റൈഡ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മംഗലാപുരം വരെ അറിഞ്ഞതേയില്ല. സത്യം പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള വഴിപ്പണിയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ മടുപ്പിച്ച് കളഞ്ഞത്. ആരെയായാലും മടുപ്പിച്ച് കളയും. അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക് ജാമും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ നല്ലപോലെ പണിയാണ്, ടു ബി ഹോണസ്റ്റ്. അതിപ്പോൾ നിങ്ങളൊരു ലോങ് റൈഡ് പോകുന്ന ഒരാളാണെങ്കിൽ അറിയാം, നിങ്ങൾ ലോങ് റൈഡിന് പോകുമ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നു കഴിയുമ്പം എന്തായിരിക്കും സിറ്റുവേഷൻ, എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ. കോട്ടയം ഏകദേശം എത്താറായി, അതുകൊണ്ട് തന്നെ ട്രാഫിക് ചെറുതായിട്ട് തുടങ്ങി. ട്രാഫിക് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ട്രാഫിക് ഏകദേശം തുടങ്ങി ഗായ്സ്. പക്ഷേ എനിക്കുണ്ടല്ലോ, ഞാൻ ഒരുപാട് പേരുണ്ട് ഞാൻ ആക്ച്വലി ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും അത്യാവശ്യം നല്ല സ്പീഡിലേ പോകാറുള്ളൂ. കാരണം എനിക്ക് ഈ പുറകെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലേ പോകാറുള്ളൂ. ഒരു 70-80 എന്തായാലും മിനിമം ഞാൻ പോകാറുള്ളൂ. കാരണം ഞാൻ ഭയങ്കര സ്ലോയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മൾ പോവാം, അവനെ നോക്കണം, പുറകെ വരുന്നവരെ നോക്കണം. ഇതാകുമ്പോൾ ഒന്ന് നമ്മൾ ബ്രേക്ക് കിട്ടിയാൽ പുറകിൽ നോക്കിയാൽ മതി, പുറകിൽ ആരും വരുന്നുണ്ടോ, ഫ്രണ്ടിൽ കയറി പോവുക. അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്, ഓരോ സ്റ്റൈലാണ്. പിന്നെ അൺനെസസറി ഞാനൊരു സ്പീഡിൽ അങ്ങനെ പോകാറില്ല, ഒരു മര്യാദ രീതിയിലേ പോകാറുള്ളൂ. ഈവൻ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാണിക്കുന്ന പിള്ളേർ വെറുതെ വൈറലാവാൻ വേണ്ടി ജീവൻ എത്രമാത്രം പണയം വെക്കാൻ പറ്റുമോ അത്രയും മാത്രം പണയം എടുക്കുകയും ചെയ്യുകയാണ്. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും ഭയങ്കര ഓവർ സ്പീഡിലാണ് പോകുന്നത്. ഭയങ്കര ഓവർ സ്പീഡിൽ ചെന്നിട്ട് മനഃപൂർവ്വം ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്നു, മനഃപൂർവ്വം വൈറലാവാൻ വേണ്ടിയിട്ട് ഓരോരോ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ടു ബി ഓണസ്റ്റ് എനിക്ക് അങ്ങനെ താല്പര്യമില്ല. നമ്മളൊരു മര്യാദ റൈഡറാണ്. ആ ഒരു റൈഡറിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത് എല്ലാം. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു എന്താ പറയുക, റെസ്പോൺസിബിൾ റൈഡർ എന്നുള്ള നിലയ്ക്ക്. കാരണം മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ ജീവനും എല്ലാം തുല്യമാണ്. അപ്പം മറ്റുള്ളവരുടെ ജീവനവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഞാനും വണ്ടി ഓടിക്കാറുള്ളൂ. അല്ലാതെ ഒരുപാട് ഓവർ സ്പീഡിൽ പോവുക, പുറകെ പോയി അടിക്കുക, എന്നിട്ട് കുറേ റീമിക്സ് ചെയ്തിട്ട് വീഡിയോസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പീഡിൽ പോയിട്ട് മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുക, അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനെപ്പോഴും ഒരു ആവറേജ് സ്പീഡിൽ പോവുക, എടുക്കുക, അതൊക്കെയാണ് എനിക്ക് താല്പര്യം. അല്ലാതെ മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വൈറലാവാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ഞാൻ എൻ്റെ ചാനലിൽ ഉണ്ടാക്കുന്നില്ല. പിന്നെ നോർമലി ഞാൻ അത്യാവശ്യം നല്ല എനിക്ക് നല്ല റോഡാണ്, എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ ഞാൻ പോകും. ഇപ്പം ഞാൻ ഗോവയിൽ നിന്ന് മംഗലാപുരം വരെ 110, 120 വന്നത്. അതുപോലെ തന്നെ മാഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള പുതിയ ഹൈവേയിൽ 110, 120 കയറി. അപ്പോൾ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ സ്പീഡിൽ പോകാം. ഇറ്റ്സ് എ ഹൈവേ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു 70-80 തന്നെ റിസ്ക് ആണ്. ഈ വഴിയിലെ ഏറ്റവും വലിയ പ്രശ്നം KSRTC ആണ്. KSRTC കൊല്ലില്ല എന്നും പറഞ്ഞാണ് വരുന്നത് തന്നെ. സോ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ നേരെ അങ്ങ് പോവാണ്. എനിക്കിന്ന് പോകേണ്ടത് തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് പോകേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് NOC മേടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം വരെ ഒന്ന് പോകണമെന്നുണ്ട്. അതുപോലെ തന്നെ KTMൻ്റെ ഷോറൂമിലൊന്ന് പോകണമെന്നുണ്ട്. ലെറ്റ് സി, നോക്കട്ടെ എങ്ങനെയാണെന്ന്.
എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എൻഡോർക്ക് ഒരിക്കലും ഞാൻ കൊടുക്കാനുള്ള എനിക്കൊരു പ്ലാനില്ല. കാരണം എൻഡോർക്ക് ഞാൻ ഇതിൽ ആദ്യമായിട്ട് വീഡിയോസ് ഇടുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എൻഡോർക്ക്. എൻ്റെ എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു വണ്ടി റൈഡ് ചെയ്തിട്ടാണ് ചാനൽ മോണിറ്റൈസ് ആയത്. അതുപോലെ തന്നെ ഇൻകം കിട്ടി തുടങ്ങിയതും എല്ലാം ആ വണ്ടിയെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും എൻഡോർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. ഇത് എന്തായാലും ഇപ്പം നമ്മൾ എടുത്തു, ഇതിൻ്റെ ഇപ്പം നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ കൂടുതൽ അതും ഉപയോഗിക്കും. ഇപ്പോൾ 2 വണ്ടിയുണ്ട് 3 വണ്ടിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കാവുന്ന കേസല്ലേ ഉള്ളൂ. പിന്നെ കൂടുതൽ ഇതിപ്പം കണ്ടില്ലേ, ഒന്നും നോക്കില്ല, ഒരു സിഗ്നലും ഇടത്തില്ല. ഇതുപോലെ ഓട്ടോക്കാരും പിന്നെ കുറേ ബസ്സുകാരും ഏറ്റവും വലിയ ശല്യങ്ങൾ. ഒന്നും കണ്ടില്ല, വലത്തോട്ടും ഇടത്തോട്ടും മാറി മാറിയാണ് ചേട്ടൻ സിഗ്നൽ ഇടുന്നത്. പിന്നെ എനിക്ക് ഓൺ ദ വേ ഒരു ഡിസ്കംഫർട്ട് തോന്നിയിരുന്നത്, ഒരു കാര്യം കൂടെ ഡിസ്കംഫർട്ട് തോന്നിയിരുന്നത്, അതായത് ഈ ഒരു വണ്ടിയിൽ, അതായത് ഇതിൻ്റെ ഒറിജിനൽ ഹാൻഡ് ഗ്രിപ്സ് ആയിരുന്നു, അതായത് കമ്പനി തരുന്നത്. അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ പെയിൻ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ ആദ്യം വന്നപ്പോഴേ മാറ്റി. അതുപോലെ തന്നെ ഈ പൾസറിൻ്റെ ഒരു വെയിറ്റും കൂടെ ഞാൻ ഇട്ടു. കാരണം എനിക്ക് കുറച്ചുകൂടെ ആ ഒരു സാധനം വേണമായിരുന്നു. കാരണം ഇൻ കേസ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻ കേസ് വല്ല സ്റ്റാൻഡിൽ നിന്ന് വല്ല മറിഞ്ഞു വീഴുവോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും വളയാതെ സൂക്ഷിക്കും. അപ്പോൾ ഒരു ശകലം നീട്ട് നിൽക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അതുപോലെ ബജാജിൻ്റെ പൾസറിൻ്റെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് വെയിറ്റ് കൂടുതലുമുണ്ട്. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. എനിവേസ് ലെറ്റ് സി. നമ്മൾ വേണ്ട കോട്ടയത്തേക്ക് എൻ്ററായി. ഇനിയിപ്പോൾ നിലവിൽ നേരെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒന്ന് നാട്ടകം പോയിട്ട് വന്നിട്ട് നമുക്ക് നേരെ NOC മേടിക്കാൻ പോകാം ഗൈസ്. ഞാനിപ്പോൾ നിലവിൽ കോട്ടയം KTMൻ്റെ ഷോറൂമിൽ വരെ വന്നതാണ്. സോ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇതിൻ്റെ ഒരു ശകലം ഇതൊന്ന് സ്റ്റാൻഡ് ഇരുന്നിട്ടൊന്ന് വളഞ്ഞു പോയായിരുന്നു ഈ ഒരു ക്ലച്ചിൻ്റെ. അപ്പോൾ നിലവിൽ ഞാൻ അതൊന്ന് മാറിയേക്കാം എന്നോർത്ത് വന്നതാണ്. ബിക്കോസ് ഇവിടെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം പരിചയമുണ്ട്, കാര്യങ്ങളുമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം മാറി ഒന്നുകൂടെ വണ്ടി സ്മൂത്തായി. സോ ഇവിടെ നമ്മളങ്ങ് വിടുവാണ്. ഇനിയിപ്പം നിലവിൽ നമുക്ക് തിരുനക്കരയുടെ അവിടം വരെ പോകണം. തിരുനക്കരയുടെ അവിടം വരെ ഒന്ന് പോയി ആ NOC കൂടെ മേടിക്കുക, വീട്ടിൽ പോവുക. ഇതാണ് ഇന്നത്തെ പരിപാടി. അത്യാവശ്യം നല്ലപോലെ ട്രാഫിക് ഉണ്ട് കേട്ടോ. ട്രാഫിക് അത്യാവശ്യം ഉണ്ട്. ഓക്കെ, സിഗ്നലായി. ട്രാഫിക് നല്ല അത്യാവശ്യമുണ്ട് ഗൈസ്. ബട്ട് വാട്ട് ടു ഡു എന്നുവെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ കയറുന്ന ആൾക്കാർ കാരണം നമുക്കെന്ന് വെച്ചാൽ മെനൂവർ ചെയ്ത് പോകാനും പറ്റത്തില്ല. അതാണൊരു പ്രശ്നം. പലപ്പോഴും നമുക്ക് കയറി പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഈ ആൾക്കാർ നമ്മളെ സമ്മതിക്കില്ല മെനൂവർ ചെയ്യാൻ. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണിത്. സോ ഇവിടെ ആക്ച്വലി ഒരു ക്യാമറയുണ്ട്, സ്പീഡ് ക്യാമറയുണ്ട്. സോ ആ ഒരു ടൈമിൽ എന്തായാലും 60 ആണ് മൈറ്റ് ബി ഈ റോഡിലെ സ്പീഡ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ 60 കീപ്പ് ചെയ്യുക, അതായിരിക്കും നല്ലത്. വെറുതെ ഫൈൻ അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിങ്ങനെ ഒരു ന്യൂസ് കേട്ടു, MVDയുടെ വണ്ടികൾ ഇനി പിടിക്കാൻ നിൽക്കില്ല, കാരണം വണ്ടിയെല്ലാം കട്ടപ്പുറത്തേക്ക് കയറ്റിയിട്ടുള്ളതിനാണ് ഓർഡറൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അതുപോലെ തന്നെ നമ്മുടെ AI ക്യാമറയുടെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് നിന്നെന്നാണ് പലരും പറയുന്നത്. ബിക്കോസ് ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇപ്പം സാധനം ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് എ റിയൽ ന്യൂസ്. കാരണം ഏകദേശം പൈസ ഒക്കെ കൊടുക്കാൻ ബാലൻസ് ഉണ്ടോ അവിടെ നിർത്തുമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് KTM ഷോറൂമിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഇവിടെ ചെറിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയി. കുറച്ചുകൂടെ എന്താ പറയുക, ക്ലച്ച് നല്ല സ്മൂത്തായി. കാരണം ആ ക്ലച്ച് ലിവർ മാറിയപ്പോൾ തന്നെ വണ്ടിക്കൊരു ഡിഫറൻസ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിങ്ങനെ വണ്ടികളുണ്ടല്ലോ, ഇങ്ങനെ ഈ ക്ലച്ച് ലിവർ വളഞ്ഞിരിക്കുക, ബ്രേക്ക് ലിവർ വളഞ്ഞിരിക്കുക, അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ആൻഡ് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റണം എന്ന് ഓർത്തു. അപ്പം അവരുടെ കയ്യിൽ സ്പെയർ പാർട്സിലായിരുന്നു. ഒന്ന് സർവീസിന് വണ്ടി കയറ്റിയപ്പം ഞാൻ സർവീസ് കഴിഞ്ഞ നാട്ടിലോട്ട് പോകുന്നത്. അവരുടെ കയ്യിൽ ആ ക്ലച്ച് ലിവർ ഇല്ലായിരുന്നു. ഇനിയിപ്പം നമ്മൾ നേരെ തിരുനക്കര അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ പോവുക, NOC മേടിക്കുക, തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്ന വഴി തന്നെ പോകണോ? കാരണം സമയം 11:15 11:20.
ഇപ്പോൾ വന്ന വഴിയാതെ തന്നെ പോകണോ അതോ മെഡിക്കൽ കോളേജ് വഴി പോകണമെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി മെഡിക്കൽ കോളേജ് വഴി പോകണമെങ്കിൽ ഞാൻ പിന്നെ കുറച്ച് കറങ്ങിയേ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ വന്ന വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നോക്കട്ടെ, നമുക്ക് നിലവിൽ നേരെ വന്ന വഴി തന്നെ പോവാം. സോ ദാറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് ഓർത്തൊരു കാര്യമാണ്. പലപ്പോഴും ആൾക്കാർ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, സിഗ്നൽ ഓഫ് ചെയ്യാറില്ല. നല്ല രീതിയിൽ അലൈവിലൊക്കെ മരം നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ വലിയ വ്യത്യാസം വരില്ല. പക്ഷേ ഒരു മിസ്റ്റേക്ക് ബൈക്കുകാരും കാറുകാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഇതുപോലെ വലിയ വണ്ടികൾ അല്ല ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടോ ക്രോസ് ചെയ്യാൻ നോക്കുന്നത്.